ഇപ്പോഴും ഇതാ ഈ ദൃശ്യങ്ങൾ നോക്കൂ. നമുക്ക് സ്ത്രീകളെ കാണാൻ സാധിക്കുന്നു, പ്രായമായവരെ കാണാൻ സാധിക്കുന്നു, പുരോഹിതനെ കാണാൻ സാധിക്കുന്നു. അവിടെ ഒരാൾ കയ്യിൽ കിട്ടിയ ആയുധം അതെന്താണ് എന്നറിയില്ല, അത് മറ്റുള്ളവരുടെ നേരെ പ്രയോഗിക്കുന്നത് കാണാൻ സാധിക്കുന്നു. ഈ നിലയിലല്ലല്ലോ ഇത് പരിഹരിക്കപ്പെടേണ്ടത് ശ്രീ കെന്നഡി. അല്ല, ഞാൻ പറഞ്ഞല്ലോ, സഭ ഈ പറഞ്ഞതിലേക്ക് 70,000 പ്രാവശ്യം ക്ഷമിച്ച് മുന്നോട്ട് പോകുകയാണ്. ക്രിസ്തുവിന്റെ ആ ഉദ്ബോധനങ്ങൾ ആശ്രയിച്ചു പോകുന്നുണ്ട്, അത് കൃത്യമായി പാലിച്ചു പോകുന്നത് കൊണ്ടുണ്ടാകുന്ന ചില പോരായ്മകൾ ഇതിനകത്ത് വരുന്നു. അത് എതിർപക്ഷം എന്തോ പോരായ്മയായി കണക്കൂട്ടുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ വാസ്തവം. കാരണം ഈ ക്ഷമ കൂടുതൽ കാണിക്കുന്നതോറും ഇതെന്തോ ഇവരെ ഭയന്നിട്ടാണെന്നൊരു തോന്നൽ ഇവർക്ക് വരുന്നു. കാരണം കുറെ തെമ്മാടിക്കൂട്ടങ്ങൾക്ക് എന്തും ആകാം. ഇങ്ങനെ 10 ഡയലോഗ് വിട്ടാൽ സഭയുടെ ഡയലോഗുമായി വന്നാൽ നമുക്കത് ഇത്തരത്തിലുള്ള ആളുകളുടെ ധാരണ ഇവരെ ഏതാണ്ട് വലിയ ഒന്നിച്ചൊറ്റക്കെട്ടായിട്ടാണ് 400 പേരുണ്ടെന്ന് പറഞ്ഞാൽ ഈ 19 ലക്ഷം പേരുള്ള ഈ സഭയ്ക്കകത്ത് ഈ ഉണ്ണക്കം എന്ത് ചെയ്യാനാണ്? ഇവർ ഈ സഭയിലെ അംഗങ്ങളാണെന്ന് പറയാൻ ഇന്ന് ഞങ്ങൾ മടിക്കുന്നു. ഇവർ ഞങ്ങളുടെ സഭയിലാണ്. ഞങ്ങളെ ശരീരത്തെ കൂടെ കൊണ്ടു നടക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മടിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തിന്റെ ക്യാൻസറസ് പോർഷൻസ് ആണ് ഇവര്. മുറിച്ചു മാറ്റേണ്ട ബാധിക്കുന്നതിന് മുമ്പ് ഇതിനെ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ബാക്കിയുള്ള അവയവങ്ങളിൽ കൂടി ഇത് ബാധിക്കും. മൊത്തം അവയവങ്ങളിലേക്ക് ക്യാൻസർ ബാധിക്കാൻ ഇടയുണ്ട്. ഇതിനെ മുറിച്ചു മാറ്റുന്നത് അതിക്രമിച്ചിരിക്കുന്നു. ഇവരെ ഇനി എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യേണ്ടതാണ്. റിജു, ഇതിലിപ്പോൾ ഒരു പരിഹാരത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ടല്ലോ. ഇതിപ്പോൾ ക്രിസ്തീയ സഭ എന്നതോ ക്രൈസ്തവ ആചാരം എന്നതോ കേരളത്തിൽ മാത്രമുള്ള ഒന്നല്ല, അത് ലോകവ്യാപകമായി തുടരുന്ന ആചാരങ്ങളുണ്ട്. അതായത് കത്തോലിക്ക സഭയിൽ 140 കോടി ജനങ്ങളുണ്ട്. 139 കോടി ജനങ്ങളും വൈദികരും വിശ്വാസികളും മെത്രാന്മാരും മാർപ്പാപ്പയും അടക്കം എല്ലാവരും കാണുന്നത് ജനാവ്യ കുർബാനയാണ്. കൽതായ സഭകൾ വരെ ഇവർ കുറച്ചുപേർ ചില ഹിഡൻ അജണ്ടകളുമായി ഈ ജനാവ്യ കുർബാനയെ കടന്നിരിക്കാൻ ശ്രമിക്കുന്നു. ഇവർ തിരിഞ്ഞു നിന്നുകൊള്ളട്ടെ, ഞങ്ങൾക്ക് ഒരു പരാതിയുമില്ല. ഞങ്ങളുടെ വിശ്വാസവും കഴിഞ്ഞ 60 വർഷമായി തുടരുന്ന ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറല്ല. അതിന് സിനഡിന് വളരെ സിമ്പിളായി എറണാകുളം അതിരൂപതയ്ക്ക് ഒരു വേദിയായി അനുവദിച്ചുകൊണ്ട് ഈ പ്രശ്നം തീർക്കാവുന്നതേ ഉള്ളൂ. അത് തീർക്കാത്തത് അവരുടെ രാഷ്ട്രീയമാണ്. അതിനെതിരെയാണ് ഞങ്ങളുടെ നിലപാട്. ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളോട് ആര് ചർച്ച ചെയ്യാൻ? ഇനി നിങ്ങളോട് ആര് ചർച്ച ചെയ്യാൻ? തെമ്മാടിക്കൂട്ടങ്ങളോട് പറയാൻ കൗൺസിൽ മെമ്പറോ ഒരു മെമ്പറോ അല്ലാത്ത താങ്കൾ ആരാണ്? നിങ്ങൾ ആരാണ്? തെമ്മാടിക്കൂട്ടങ്ങളുടെ ഒരു നേതാവ്, അത്രേ ഉള്ളൂ. നിങ്ങൾ ആരാണ് ചർച്ചയെ കുറിച്ച് പറയാൻ? നിങ്ങൾ ഏതെങ്കിലും ഔദ്യോഗിക ബോഡിയുടെ ആളാണോ? ഏതെങ്കിലും രൂപതയുടെ ആളാണോ? അല്ല, ഈ പുരോഹിതർക്കെതിരെ പലരെയും കാനോനിക കാപ്പ ചുമത്തി കഴിഞ്ഞു. നിങ്ങളുടെ പുരോഹിതർ കാപ്പ, അതായത് ഇടവക കേറാൻ പാടില്ല, ആ ഇടവക പരിസരത്ത് നോക്കാൻ പാടില്ല, അർത്ഥം മനസ്സിലാക്കണം. നിങ്ങളെന്ന് പറയുന്നവരെ തെമ്മാടിക്കൂട്ടങ്ങളായി തന്നെ സഭ കണക്കാക്കി നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കൂട്ടത്തിലുള്ള അച്ഛന്മാർക്കെതിരെ കാനോനിക കാപ്പ ചുമത്തി കഴിഞ്ഞു. ഇനി ഒന്നിനും ശ്രീ കെന്നഡി, ശരി, ഇതിലിപ്പോൾ ഇങ്ങനെ ഏറ്റുമുട്ടി എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണല്ലോ. ഇതിന് പ്രശ്നപരിഹാരമുണ്ടായി ആ നിലയിൽ സമാധാനത്തിന്റെ പാതയിലൂടെയല്ലേ പോകേണ്ടത്, അല്ലാതെ കരുത്ത് കാണിച്ച് പള്ളിമുറ്റത്ത് എല്ലാ ദിവസവും ഇങ്ങനെ ഏറ്റുമുട്ടി അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആചാരങ്ങളെ വിശ്വാസങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? അതിനോട് ഞാൻ തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ട്. പക്ഷേ ഒരു ചർച്ചയ്ക്കും അതിൻ്റെതായിട്ടൊരു കൺസിലിയേഷനിലേക്ക് എത്തണമെങ്കിൽ അതിനുള്ളൊരു സന്ദർഭവും അതിനൊക്കെ ഒരുപാട് കഴിഞ്ഞു പോയിരിക്കുന്നു അഭിലാഷ്. അത് മനസ്സിലാക്കണം. കാരണം എവിടെയെങ്കിലും ഒരു ചർച്ച എത്തി ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഇവർ വീണ്ടും പഴയതിലേക്ക് പോകും. ഇവരുടെ ആവശ്യം ഈ കലാപം തുടർന്നുകൊണ്ടേയിരിക്കണം, ഈ അക്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ അഴിമതിയും അക്രമവും ഇവർക്ക് നോക്ക്, എത്ര പള്ളികളിലാണ് മോഷണം നടന്നെന്ന് നോക്കണം.
നേർച്ചപ്പണം അടക്കം മോട്ടിച്ചോരെല്ലാം മൂടിപ്പൊളിച്ച് അഴിമതി മൂടി വെച്ചാണ്. അവരുടെ അഴിമതിക്ക് കൂട്ടുവയ്ക്കാത്തതാണ് മെത്രാന്മാർക്ക് മുഴുവൻ എതിര് നിൽക്കുന്നത്. ഒരു മെത്രാനോ രണ്ട് മെത്രാനോ എതിരല്ല, സഭയുടെ സിനഡിന് മൊത്തം എതിരാണ് സംസാരിക്കുന്നത്. മനസ്സിലായോ? അല്ല, വ്യക്തിപരമല്ല, സഭയുടെ നടപടികൾക്കും സഭാ നേതൃത്വത്തിനും സഭയ്ക്കും എതിരായിട്ടാണ്. ഇവരുടെ ആവശ്യങ്ങൾ ഇതൊന്നുമല്ല. ഈ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണം. എറണാകുളം അങ്കമാലിയിൽ ഇവരുടെ അക്രമത്തിലും ഇവരുടെ തോന്നിയാസത്തിലും സഭ അനുവദിക്കണം. അത് നടക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇവരത് സ്വപ്നം കാണണ്ട. ഇവർ നടപടി ഓരോന്നോരായി ക്ഷണിച്ചു വരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നടപടികൾ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഇവര് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കുന്നറിയോ? ഇപ്പൊ ഇത് ഏതാണ്ട് ഒരു ദയനീയമായ നടപടി. ഇനി അലർച്ച ഉണ്ടാവും. അലർച്ച, നെഞ്ചടിച്ച് കരയുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും. കണ്ടോളൂ. ഈ എന്താണ് ഇതിൽ ക്രിസ്ത്യൻ കൗൺസിലിന്റെ ഏത് നിലയിൽ മുന്നോട്ട് പോകണം എന്നാണ് ക്രിസ്ത്യൻ കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോക്ക്, ശ്രീ കന്നഡി? ഞാൻ വളരെ 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 നാളുകൾക്ക് മുമ്പ് തന്നെ സിനഡിന് ക്രിസ്ത്യൻ കൗൺസിൽ എഴുതി കൊടുത്തതാണ്. അല്ല, ഞാൻ താങ്കളിലേക്ക് വരാം. ഇതിനകത്ത് വളരെ കൃത്യമായി സിനഡിന് എഴുതി കൊടുത്തിരുന്നു. ഈ അച്ഛന്മാർക്കെതിരെയുള്ള നടപടി എടുക്കണമെന്ന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള നടപടി എന്ന് പറയുന്നത് ഈ രൂപതകൾ തമ്മിലുള്ള ഈ ട്രാൻസ്ഫർ നടപ്പാക്കണം. ഈ ഗുണ്ടാക്കൂട്ടത്തിന്റെ, ഈ എറണാകുളം അങ്കമാലി അതുപോലെ ഈ 100-300 അച്ഛന്മാരുടെ ഈ ട്രേഡ് യൂണിയനിസം അവസാനിപ്പിച്ചുകൊണ്ട് ഇവരെ ഇത് കത്തോലിക്ക സഭയല്ലേ, ഇത് ആഗോള സഭയല്ലേ? ഇവരെ പല തലത്തിലേക്ക്, പല രൂപതകളിലേക്ക് സ്ഥലം മാറ്റി ഇവന്മാരുടെ ഈ യൂണിയൻ പൊട്ടിച്ചിടണം. പാലായിൽ നിന്നും കോതമംഗലത്തുനിന്നും ഒക്കെ ഇവിടെ അച്ഛന്മാർ വരട്ടെ. ഇവര് പോയി പാലായിലും കോതമംഗലത്തും ഒക്കെ പോയി കുർബാന ചെല്ലട്ടെ. അവിടെ പോയി ഇമാരി തെമ്മാരിത്തരം കാണിച്ചാൽ അവര് അവിടെ നടപടിക്കും. അവിടെ പോയി ഇമാരി കാട്ടായം കാണിച്ചാൽ തിരുസഭയുടെ ദർശനം എന്താണോ, തിരുസഭയുടെ സിനഡ് എന്താണോ പറയുന്നത്, അതനുസരിച്ച് പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ മൂടി വെച്ചിട്ട് പോണം, വേറെ വല്ല പഠിക്കും. സിനഡ് ഇത് നടപ്പാക്കിയിരിക്കണം. ഈ ഒരു ഇന്റർ ഡയസിസ് ട്രാൻസ്ഫർ, ഈ പുരോഹിതരെ എല്ലാ രൂപതകളിലേക്കും ട്രാൻസ്ഫർ ആക്കി ഇവരെ ചെതറിക്കണം. ശരി, ശ്രീ റിജു, ഇതിലിപ്പോൾ ഈ സംഘർഷത്തിന്റെ ഒന്നും ഭാഗമല്ലാത്ത നിരവധിയായ വിശ്വാസികളുണ്ട്. അവർക്ക് കൂടി വരുന്നതിനും ആരാധനാക്രമങ്ങളിൽ പങ്കെടുക്കുന്നതിനും സ്വസ്ഥമായി, നമുക്കറിയാമല്ലോ, ഈ ദേവാലയത്തിലേക്കൊക്കെ വരുന്നവർക്ക് ഒരല്പം മനഃശാന്തി കൂടിയൊക്കെ ആഗ്രഹിച്ചിട്ടാണ് അവർ വരുന്നത്. അവിടെ കാണുന്ന ദൃശ്യങ്ങളാണിത്. അതിനൊരു മാറ്റം ഉണ്ടാകണ്ടേ ശ്രീ റിജു? തീർച്ചയായിട്ടും ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കാതെയുള്ള നടപടികൾ ഉണ്ടാവുന്നതാണ് വിഷയം. എറണാകുളം അതിരൂപതയിലെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ ഈ പ്രശ്നം 5 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി പല ഘട്ടങ്ങളിൽ ചർച്ച നടത്തി ഒരു സമവായം രൂപപ്പെട്ടതാണ്. ആ സമവായത്തെ അട്ടിമറിച്ചത് ഈ പറയുന്ന സിനഡ് അനുകൂല ചില നീക്കങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നിലപാട് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ചെയ്യാവുന്ന മാക്സിമം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് ആ സമവായം രൂപപ്പെട്ടതിലുള്ളത്. ആ സമവായമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ അതിനു മുമ്പ്, ആ സമവായം നടപ്പിലാക്കുന്നതിന് മുമ്പ് നിലവിലുള്ള ക്രിമിനൽ കോരിയ എന്ന് പറയുന്ന പുതിയ 4 പേരുണ്ട്. ഇവർ 4 പേരെയും എറണാകുളം അതിരൂപത ബിഷപ്പ് ഹൗസിൽ നിന്ന് ഈ ക്രിമിനൽ കോരിയയെ പുറത്താക്കിക്കൊണ്ട് ഒരു ശാശ്വതമായ പരിഹാരമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. അതല്ലാത്തടത്തോളം കാലം എറണാകുളം അതിരൂപതയിലെ വിശ്വാസ സമൂഹം 328 പള്ളികളും ഇതിനെ ശക്തമായി ചെറുത്ത് തന്നെ തോൽപ്പിക്കും. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എറണാകുളം അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഈ 34 രൂപതകളിലെ കുർബാനകൾ തിരിഞ്ഞു ചൊല്ലുന്നതിന് നമുക്ക് വിരോധമില്ല, അവർ തിരിഞ്ഞു നെല്ലിക്കോട്ടെ. പക്ഷേ പല സ്ഥലത്തും പല രീതിയിലാണ് ചൊല്ലുന്നത്. അതിന് യൂണിഫോമിറ്റി ഒന്നുമില്ല. യൂണിഫോമിറ്റി എന്നൊക്കെ പറയുന്നത് ഇവർ ചില കെട്ടുകഥകൾ പറയുന്നത് പോലെയാണ്. ചില സ്ഥലത്ത് മുഴുവൻ സമയം തിരിഞ്ഞു നിൽക്കുന്നു, ചില സ്ഥലത്ത് കുറച്ച് സ്ഥലത്ത് തിരിഞ്ഞു, ചില സ്ഥലത്ത് 2 കുർബാനയും നടക്കുന്നുണ്ട്. ചില രൂപതകളിൽ ജനാബ് കുർബാനയോടൊപ്പം തന്നെ മറ്റു കുർബാന നടക്കും. അതൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ അവർ 34 എന്ന് പറഞ്ഞോട്ടെ, നമുക്ക് അതിന് വിരോധമില്ല. പക്ഷേ എറണാകുളം അതിരൂപതയിലെ വിശ്വാസ സമൂഹം അതിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ സിനഡ് തീരുമാനിക്കുകയാണ് എറണാകുളം അതിരൂപതയ്ക്ക് ഒരു സ്പെഷ്യൽ ഡിസ്പെൻസേഷൻ കൊടുത്താൽ ഇവിടെ അത് കാണാൻ ആഗ്രഹമുള്ളവർ അത് കാണട്ടെ. അതല്ല, ഏകീകൃത കുർബാന കാണണമെന്നുള്ളവർക്ക് ഞായറാഴ്ചകളിൽ ഏകീകൃത കുർബാനയ്ക്ക് ഒരു അവസരം കൊടുക്കാം. അതിനും ഞങ്ങൾ തയ്യാറാണ്. ഇത്തരത്തിൽ കൃത്യമായ നിലപാട് നമ്മൾ സിനഡ് വത്തിക്കാനെയും അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമ്മളൊരു സമവായം രൂപപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറുമാണ്. നിങ്ങൾ ആരാ ഇത് തീരുമാനിക്കാൻ? എറണാകുളം പോലൊരു സ്ഥലത്ത് കുർബാന ഏത് രീതിയിൽ വേണമെന്ന് താങ്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഏതെങ്കിലും ഒരു സമിതിയുടെ, ഏതെങ്കിലും ഒരു സംഘടനയുടെ, ഏതെങ്കിലും ഔദ്യോഗിക ഏതെങ്കിലും കമ്മിറ്റി മെമ്പർ പോലും അല്ല.
നിങ്ങൾ represent ചെയ്യുകയല്ല. അദ്ദേഹം നിങ്ങൾ ഗുണ്ടയുടെ ഒരു നേതാവ്. ചങ്ങനാശ്ശേരി കുട്ടനാട്ടുകാരനാണ് എന്നാണ് എന്റെ അഭിപ്രായം. കുട്ടനാട്ടിൽ നിന്ന് വന്ന് കാക്കനാട് അവിടെ ഒരു ലോഡ്ജിൽ താമസിക്കുന്നു, അത്രേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹത്തെ പോലെ തന്നെ മറ്റൊരാളുടെ ബിനു ചാക്കോ ലോകത്തുള്ള എല്ലാ തട്ടിപ്പും നടത്തുന്ന ആള്. അദ്ദേഹം ചങ്ങനാശ്ശേരിക്കാരനാണ്. ഇവിടെ വന്ന് അവിടെ വാടക അല്ല, എന്തായാലും ശ്രീ റിജു, ഞാനങ്ങനെ വ്യക്തിപരമായ ഏതെങ്കിലും തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകളൊന്നും പരിശോധിക്കേണ്ടതില്ല എന്ന അഭിപ്രായക്കാരനാണ്. അത് ശരിയല്ലല്ലോ. നിങ്ങൾ ശോഭരാജനെ വിളിച്ച് ചർച്ചയ്ക്ക് വരുത്തോ സഭാ സംബന്ധമായ വിഷയങ്ങളിൽ? അത് ശരിയല്ലോ. നമ്മൾ ചർച്ചയ്ക്ക്